കൂനാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം അതെ, കുഴിക്കൊച്ചി. കൊങ്ങാണ്ടൂരുകാരൻ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന മുണ്ടക്കയത്ത് 8 ഏക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ചി. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പോൾ നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാണ്. ചേട്ടനോട് മാറിയിരുന്നേ. അതാണെങ്കിൽ മാറിയിടോ കൊച്ചേ. വണ്ടി വിട്, വണ്ടി വിടോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം. അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് സ്നേഹം വേണോ? കാര്യവയൽക്കാരനാണ്. ആ, ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റെ കാമദേവനായിരിക്കും. അല്ലോടാ പാപ്പി? പിന്നെ ഈ തന്നെയാണ് മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ. പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്തയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അവന് വീട്ടിൽ ചില പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു. 2 പെൺപിള്ളേർ കൊണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ വലിഞ്ഞു. മിസ്റ്റർ മികേലുള്ളോടാ ഇവിടെ? ഇറങ്ങി വാടാ പട്ടി, ഇങ്ങോട്ട് വാടാ. നീയാണോടാ മിസ്റ്റർ കുനാമൂച്ചി മികേൽ? നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പിടിക്കൂ? നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി? നിന്റെ ഒരൊറ്റ മുടി പോലും നനച്ചിട്ടില്ലല്ലോ. പാപ്പച്ചൻ പറഞ്ഞത് മോണയാണോ? നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖേലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്തിട്ട് നിപ്പ് നിന്നില്ല. വിളിക്കണം. എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടു പോവാം. ചേച്ചി, ആരാടത്? ചേച്ചി, ഒരു പ്രാന്തനവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്ത് അതെന്ത് ഇതെന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. അങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കുകയാണെന്നാ തോന്നുന്നത്. കർത്താവേ, നീ ചുട്ട കോഴിയെ പതപ്പിക്കല്ലടി. നിനക്കെന്റെ മോനെ വേണല്ലടി ഭദ്രകാളി. അയ്യോ, എടാ കുട്ടപ്പ, വഴിയിലെങ്ങനെ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ, ഇതെന്താ ഭ്രാന്തോ? നിന്റെ അപ്പന് എന്നതാ മോളെ? എന്നാ? താനായിരിക്കും മിസ്റ്റർ മികേൽ. എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട. അയ്യോ, എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. എന്നെങ്ങനെ ഇരുത്താൻ നോക്കണ്ട. പെണ്ണെ, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സാണ് കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല.
കുടിച്ചിരുന്നു. ഇപ്പല്ല അപ്പോ 15 years old. Gold is old. എടോ മികേലെ കള്ളപ്പുണ്യാള, തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? താനെന്തോടെ ഉമ്മ വെച്ച് കളിക്കണം.